അമേരിക്കയിലെ ഫുഡ് ഒരു കേരളീയനെ സംബന്ധിച്ച് വളരെ ശോകമാണെന്നറിയാമല്ലോ. പക്ഷേ നമുക്ക് മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ചില ഔട്ട്ലെറ്റുകൾ നമ്മൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഞാനൊന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഫിലാഡൽഫിയയിൽ. ഇത് ടർക്കിഷ് ഫുഡാണ്. ടർക്കിഷ് ഫുഡ് പൊതുവേ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. അതിൽ ഒരു ഔട്ട്ലെറ്റാണിത്. ഇവിടെയുള്ള വിഭവങ്ങളെല്ലാം നമ്മൾ ഒരു 10 നാഴിക അപ്പുറത്തെത്തുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് വരും. ഒരു മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ, അതായത് കേരളീയർ നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ കഴിച്ച് വളർന്നൊരു ഫുഡുണ്ടല്ലോ, അതിൻ്റെ നല്ല സ്മെല്ലും കൊണ്ട് വരും, ഏറ്റവും നല്ല സ്മെല്ല്. അപ്പോൾ അവിടേക്ക് ഞാൻ ഇടിച്ച് കയറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഷോപ്പുകൾ അധികം കിട്ടില്ല. ന്യൂയോർക്കിൽ നമുക്ക് കിട്ടിയിരുന്നു, ഈജിപ്ഷ്യൻ ജാറോസൊക്കെ കിട്ടിയിരുന്നു. അതുപോലെ ഇവിടെ ഒരു ഔട്ട്ലെറ്റ്, ഇതെല്ലാം കൂടി ഉള്ളൊരു ഔട്ട്ലെറ്റാണിത്. ഇത്രയധികം ടർക്കിഷ് വിഭവങ്ങളുള്ളൊരു ഔട്ട്ലെറ്റ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു 4 സ്റ്റാർ ഹോട്ടലിലോ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഫുഡ് കിട്ടില്ല. അവരുടെ ശൈലിയിൽ അവരുണ്ടാക്കി തരും. അതായത് നമുക്ക് കാണാനും കഴിയില്ല. ഇത് നമുക്ക് കണ്ടുകൊണ്ട് അവരുണ്ടാക്കി തരും. മാത്രമല്ല, നമുക്ക് അതിന് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്ന് പറഞ്ഞവരെ കൊണ്ട് അത് ചെയ്യിക്കാം. മാത്രമല്ല, ഇത് എന്താ പറയുക, ഭയങ്കര ചീപ്പുമാണ്, കോസ്റ്റ്ലി അല്ല. വളരെ ഒരു അമേരിക്കൻ ഫുഡിനെ അപേക്ഷിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു ഹോട്ടലിൽ പോയി നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ആ ഇതിൻ്റെ അപേക്ഷിച്ച് എത്രയോ ചെറിയൊരു വിലയിലാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ എല്ലാത്തരം ചിക്കൻ വിഭവങ്ങൾ, ഫിഷ് വിഭവങ്ങൾ, ബർഗേഴ്സ്, ജൈറോസ്, പിന്നെ മന്തി, ടിക്ക, എല്ലാ സംഗതികളും ഇവിടെ കിട്ടും. നഗറ്റ്സ്, പോപ്സ്, എല്ലാ സംഗതികളും ഇവിടെ കിട്ടും. ഇവിടെ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേറെ വെച്ചാൽ ഫലാഫലും ഇവിടെ കിട്ടും.